ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം നാടായ വയനാട് കൽപ്പറ്റയിലാണുള്ളത്. കൽപ്പറ്റയിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്നൊരു വഴിക്കാണ് ഞാനുള്ളത്. അപ്പം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ 3 അമ്മമാരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അവർ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു പിക്ക് ആൻഡ് ഗോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കഫേയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കൂടി കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം എല്ലാവർക്കും അത്യാവശ്യം നല്ല പ്രായമുണ്ട്. അപ്പോൾ എൻ്റെ അമ്മമാരാണ്. അപ്പം അവരിതാ നമുക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ലഞ്ച്, പിന്നെ ഈവനിങ് സ്നാക്സ്. അപ്പം ഇതൊന്നും ഇവിടെ ഒന്നും നമ്മൾ അങ്ങനെ കണ്ട് കാണാൻ പറ്റാത്ത ഫുഡുകളാട്ടോ. ഒരു സ്പെഷ്യൽ വെജാണ്, കംപ്ലീറ്റ്ലി വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ മെയിൻലി ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. പിക്ക് ആൻഡ് ഗോ പേര് പോലെ തന്നെയാണ് വരിക, നമ്മൾ ഓർഡർ ചെയ്യുക, പാർസൽ ചെയ്ത് തരും, നല്ല പാക്ക് ആക്കിയിട്ട് അത് ഇവിടെ നിന്ന് എടുക്കുക, വണ്ടിയിൽ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും. ആ രീതിയിലാണ് പാക്കിങ്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെടാം. പേര് ലീല രാമകൃഷ്ണൻ, ജയലക്ഷ്മി ശിവറാം, ചിത്ര രവി. അപ്പം ഇവരെ വീട് ഇതിൻ്റെ നേരെ തൊട്ട് പുറകിലാട്ടോ. ഇവിടെ തന്നെയാണ്. അപ്പോൾ തൊട്ട് അവിടുന്ന് ഇങ്ങനെ നേരിട്ട് വന്നാൽ മതി. പിന്നെ വയനാട്ടിൽ ഇന്നേ വരെ ട്രെയിനൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിൻ്റെ രൂപത്തിലാണ് ഇവർ ഈ കഫേ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഐഡിയ ആരാ? എൻ്റെ മകൻ എൻ്റെ മകനാണ്. അവനിപ്പോൾ സിൽവർ ക്ലൗഡിൽ വർക്ക് ചെയ്യാണ്. ഈസ് എൻ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജറാണ്. അവൻ്റെ ഐഡിയ ആണത്. അവന് ഭയങ്കര ഐഡിയ രാമൻ്റെ പറയാം. ഈവനിങ് സ്നാക്സ് ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണെന്ന് അമ്മ എന്നെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരും. ഇത് സമൂസ ആൻഡ് സോസുമാണ്. എല്ലാ സ്ഥലത്തും ചെയ്യുന്നതാണ്. എന്നാലും ഞങ്ങളുടെ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ സ്നാക്സ് ഒന്നായിട്ടും ചെയ്തതാണ്. ഇത് മൈസൂർ ബോണ്ട പറയും. ഇതും ഞങ്ങളൊരു സ്പെഷ്യലായിട്ട് അങ്ങനെ ചെയ്തതാണ്. അതിന് ചട്നി അല്ലെങ്കിൽ സാമ്പാർ എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാം. ഇത് സാബുദാന വടയാണ്. ഇതിലും വേണമെങ്കിൽ ചട്നി എടുക്കാം, സാമ്പാറും കഴിക്കാം. സാബുദാന വട. ഇതിന് ഞങ്ങൾ തമിഴിൽ അമ്മിണി കൊഴക്കട്ട പറയും. റൈസാണ്, റൈസാണ്. അതിൽ ഉള്ളി, തൈരുമുളക് അതൊക്കെ ഇട്ടിട്ട് ആവിക്ക് വെച്ചിട്ട് ഇത് ഒരു സ്നാക്സാണ്. ഇത് വേഗം ചെല്ലുമ്പോൾ ഇത് പണിയാരം ഇത് അത് മാവിൽ പോലെ ഉള്ളി, കുരുമുളക്, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതും എന്ത് വേണമെങ്കിൽ തൊട്ട് കഴിക്കാം. അങ്ങനെ തന്നെ കാപ്പിക്കായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇത് ഉളുന്ന് വട, തൈര് വടയായിട്ട് കഴിക്കാം, സാമ്പാറിലിട്ട് തരും, പ്ലെയിനായിട്ടും കഴിക്കാം. എല്ലാ വിധത്തിലും ഇത് ഒക്കെയാണ് ഇവിടുത്തെ ഈവനിങ് സ്നാക്സ് കേട്ടോ. ഓക്കെ, മെനു മെയിനായിട്ട് വരുന്നത് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ഒന്ന് ലഞ്ച്, അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ നമുക്ക് ഈ ഡിന്നറായിട്ടും വേണമെങ്കിൽ കഴിക്കാം. രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഷോപ്പ്? 8 o'clock. Break till 10:30. 8 to 10:30. Night 10? No. 8 to 10:30 in the morning. Okay. Again we open from 12:30 to 2:30. Okay. Then we'll be coming back by 3:30 till 7:30. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. സോ നമുക്ക് ആദ്യം തന്നെ ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് മെനുവിനുള്ളത് നമുക്ക് നോക്കാം. സോ അമ്മ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ ബ്രേക്ക്ഫാസ്റ്റും വിശദമായിട്ട്. സ്റ്റാർട്ട് ചെയ്യാം. Okay. Starting with noodles. Then we go to masala dosa. We have got onion uttappams, plain dosas. This is adai with jaggery. This is one of the special item which only we are giving in Wayanad. We are introducing in Wayanad. This is set dosa. We are giving sambar, coconut chutney, onion chutney. Chutneys will vary every day. We also give mint chutneys, coriander chutney and groundnut chutneys. Then coming to idlis, we have got masala idlis, ordinary idlis, podi idli, sambar idli. And another one more special item, Pulungularsi Kolkata, introducing in Wayanad.
say masala idli, all would have tasted masala dosa. This is also a special item which you can get in Pick and Go, Kalpetta. Coming back to idlis, we have got podi idli and sambar idli. These are one of the South Indians' famous dishes and favorites of all the Tamilians and Karnataka people, Andhra people, and even in North India. സോ നമ്മൾ അടുത്തത് ലഞ്ച് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ഞാൻ ഓരോ ഐറ്റംസിനും ഓരോ അമ്മമാരെ റെഡി ആക്കിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരാൾ, ലഞ്ചിന് ഒരാൾ, ഈവനിങ് സ്നാക്സിന് ഒരാൾ. അപ്പം ലഞ്ച് എങ്ങനെയാണ് ഇവിടെ സർവ് ചെയ്യുന്നുള്ളതെന്നൊക്കെ വിശദമായിട്ട് അമ്മ തന്നെ പറഞ്ഞുതരും. ഞാൻ ഇനി ഇതിലില്ല കേട്ടോ, അമ്മ മൊത്തത്തിൽ വിശദമായിട്ട് പറഞ്ഞു. ഈ ഐറ്റംസൊക്കെ ഞങ്ങളുടെ ബ്രാഹ്മിൻസിൻ്റെ സ്പെഷ്യൽ ഐറ്റംസാണ്. ഇതിന് കോക്കനട്ട് റൈസ് എന്ന് പറയും. ഇത് മാംഗോ റൈസ്, ലൈം റൈസ്, ടാമറിൻ റൈസ് ആൻഡ് കേർഡ് റൈസ്. ഇത് നമുക്ക് ബ്രാഹ്മിൻസില്ല നമ്മുടെ ഈ വിശേഷങ്ങൾക്കൊക്കെ എന്താണ് 18-ാം പെരുക്ക് എന്നൊക്കെ പറയും, അതിൽ നമ്മൾ ഇതാണ് ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ വേറെ ഇനി റൈസ് ഉണ്ട്, ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്ന് സമയം കിട്ടാത്തതുകൊണ്ട് ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ ഇത് നോർമൽ മീൽസാണ്, നമ്മളെല്ലാ വീടുകളിലും ഉള്ളതാണ്. ചോറ്, തോരൻ, സാമ്പാർ, കേട്. ഇത് നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ ഏത് വീട്ടിൽ പോയാലും കേട് കഴിക്കാതെ ഞങ്ങൾ ലാസ്റ്റ് കേട് കഴിച്ചിട്ട് ആണ്, എന്നാലേ നമുക്കൊരു തൃപ്തി കിട്ടത്തുള്ളൂ കേട് കഴിച്ചാൽ. അതിൻ്റെ കൂടെ പിക്കിൾസും, ഈ പിക്കിൾസൊക്കെ ഉണ്ടാകും. എല്ലാം കഴിഞ്ഞിട്ട് ഒരു മോരുവെള്ളമല്ല, ഇത് ലസ്സിയാണ്. അതും കുടിച്ച് കഴിഞ്ഞാൽ സുഭിക്ഷമായിട്ട് നമുക്ക് വയറ് നിറയും, നല്ലൊരു ഉറക്കവും കിട്ടും അത് കഴിഞ്ഞാൽ. നമ്മളെ ഈ കഫേ ഒന്ന് ഫുള്ളൊന്ന് നിങ്ങൾക്ക് ടൂർ അടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ കൂട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഫുൾ ടൂർ അടിച്ച് കാണാം. ആദ്യം തന്നെ ഇതിൻ്റെ തുടക്കം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതാ ഒരു ട്രെയിൻ സെറ്റപ്പിലാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അമ്മേൻ്റെ മോൻ ഒന്ന് അത് വിശദമായിട്ട് ഒരു കഥ പറയോ, എങ്ങനെയാണ് ഇവിടെ തുടങ്ങാനുള്ള കാരണം, ആരെ ഐഡിയ ആയിരുന്നു? അത് എൻ്റെ മോൻ്റെ അരുൺ ശിവരാം, അവൻ്റെ പേര് അരുൺ ശിവരാമാണ്. അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവനിപ്പോൾ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് നൗ ഹീസ് അറ്റ് സിൽവർ ക്ലൗഡിലാണ്. പിന്നെ അപ്പോൾ അവന് ഭയങ്കര ഇതാണ്, എന്തെങ്കിലും തന്നെ തുടങ്ങണം എന്ന്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പോകും എന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ വെറുതെ തന്നെ ഇരിക്കണേ, ലീലാമാമിയും വെറുതെയാണ്. അപ്പം നമുക്കൊരു തോന്നി, എന്നാൽ നമുക്ക് എന്തെങ്കിലും ഇതായാലും അവൻ ഇവിടേക്ക് വരുമല്ലോ. അവന് നല്ല ഐഡിയാസ് ഉള്ള ആളാണ്. അപ്പം ഇന്ന് തുടങ്ങാം. അപ്പം അധികം കൂടുതൽ വേണ്ട, നമുക്കൊരു ഇന്നോവേറ്റീവായിട്ട് ഇരിക്കണം, അത് എല്ലാവരും അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ട്രെയിൻഡ് ചെയ്ത് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിൻഡ് ചെയ്ത് നമ്മൾ അവൻ്റെ ഐഡിയ ആണത്. വയനാട്ടുകാർക്ക് ട്രെയിൻ ഇല്ലല്ലോ. അതെ, വയനാട്ടിൽ ട്രെയിൻ ഇല്ല. അപ്പോൾ വേണമെങ്കിൽ പറയാം, വയനാട് ട്രെയിൻ ഇറങ്ങി എന്നുള്ളത് പറയാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് ചെയ്തത് ആരാണെന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ എന്നുള്ള ആളാണ്. അവൻ എവിടത്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അവനാണിത് ചെയ്തത്. ഇപ്പം അവൻ 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വേറെ ആരോ അവനെ വിളിച്ചിട്ട് അവർക്ക് ഇതുപോലെ 2 ട്രെയിൻ ഉണ്ടാക്കണം അമ്മ എന്ന്. അപ്പൊ ഓരോരുത്തർ അതിന് അത്രയ്ക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു 10 ദിവസം അവർ രണ്ടുപേരും ഇതിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ ഇത് ചെയ്ത് തീർക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ഡെക്കറേഷൻ വേറെ. ഒരു 10 ദിവസം അവര് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കൂടാതെ നിങ്ങള് ഇപ്പൊ പറയണോന്ന് അറിയില്ല, നിങ്ങൾ ആ പഴയ ട്രെയിനിന്റെ ആ ഒരു ഇതിടണം, സൗണ്ട് ഇടണം. അത് ഉണ്ട് ഓൾറെഡി നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ വരുമ്പോ അത് കൊടുക്കാൻ അവന്റെ ഐഡിയ ആണ്. അതേപോലെ നമ്മൾ അനൗൺസ് ചെയ്യുക യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അത് ചെയ്യണമെന്നുണ്ട്. ട്രെയിൻ നമ്പർ സോ ആൻഡ് സോ ഈസ് കമ്മിങ് ടു ദ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഫുഡ് ഡെലിവറി നമുക്ക് ചുറ്റി കാണാം. നമ്മളിതാ ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരുന്നത് കേട്ടോ. നിങ്ങൾ കാണും ഇനിയും. അപ്പോൾ നമ്മളിതാ മെയിനായിട്ട് പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾക്ക് ഇരിപ്പിടമൊന്നുമില്ല, വരിക, പിക്ക് ചെയ്യുക, പോവുക, ആ ഒരു രീതിയിലാണ് നമ്മൾ ഐറ്റംസ്. ഇനി നമുക്ക് കിച്ചണിലോട്ടൊന്ന് ജസ്റ്റ് കയറാം. കിച്ചൺ ഇപ്പൊ മെസ്സായിട്ട് കിടക്കുകയാണ്. കാരണം നമ്മളിപ്പോ വീഡിയോ ഫുഡാണ് മൊത്തം ഐഡിയാസ്, എന്തൊക്കെ ഐറ്റംസ് ഇത് ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് ഇനിയും കുറെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓരോ ദിവസം ഓരോന്നായിട്ട് ചെയ്യണം. ഇത് എല്ലാ ഐറ്റംസും ഒരു ദിവസം തന്നെ കിട്ടത്തില്ല. ഞങ്ങളുടെ സ്പെഷ്യലായിട്ട് ഓരോ ദിവസം എഴുതും ഞങ്ങൾ, നാളത്തെ സ്പെഷ്യൽ ഇതാണെന്ന് പറഞ്ഞിട്ട്. അത് പറയാൻ മറന്നു കേട്ടോ. എല്ലാ ഡേയ്സിലും ഈ കണ്ട എല്ലാ ഫുഡും ഉണ്ടാവില്ല.
ഓരോ ദിവസമായിട്ട് ഓരോ സ്പെഷ്യൽ മെനു ആയിട്ടാണ് അവർ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് അവരെ പാക്കിങ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ്. ഇതിലായിരിക്കും മൊത്തത്തിൽ അവർ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം നിങ്ങൾ കാറിൽ വരികയാണെങ്കിൽ കാറിലിരുന്നിട്ട് ഈസി ആൻഡ് ഈറ്റ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും എൻ്റെ വയറ് ഞാൻ ഓൾറെഡി കഴിച്ച് ഫുള്ളാക്കിയിരിക്കണേ. അപ്പം ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. ഇതാണ് പൊടി ഇഡ്ഡലി. ഇത് സാധാരണ ഇങ്ങനെ കഴിക്കാം, ഇല്ലെങ്കിൽ ചട്നി കൂട്ടി. കേരളത്തിലുണ്ടോ പൊടി ഇഡ്ഡലിയൊക്കെ? അങ്ങനെ പറയണ്ട അല്ലേ? ഉണ്ടാവും. ഇവിടെ ഇല്ല, വയനാട്ടിൽ എന്തായാലും ഇല്ല. കുറവാണ്, ഞാൻ കണ്ടിട്ടില്ല. ബാംഗ്ലൂരുണ്ട്, തമിഴ്നാട്ടില് തമിഴ്നാടുണ്ട്, ബാംഗ്ലൂരുണ്ട്. പിന്നെ ഇതെന്താ സാധനം? കൊഴുക്കട്ട. അമ്മണി കൊഴുക്കട്ട. ഇത് ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്ന, അതിൻ്റെ പേര് എന്താണെന്നറിയില്ല, കുഴിപ്പണിയാരം. കുഴിപ്പണിയാരം. ഇത് മോരപ്പം പോലത്തെ ഒരു ഐറ്റമാണ്, കുഴിപ്പണിയാരം എന്നാണ് പറയാ. വന്ന് ട്രൈ ചെയ്ത് നോക്കാം, പൊളിയാണ്. ലൊക്കേഷൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഞാൻ. ഇത് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പറ്റ ഭാരത് പെട്രോൾ പമ്പ് ഉണ്ട്. കൽപ്പറ്റയിൽ നിന്ന് വരികയാണെങ്കിൽ ഭാരത് പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഒരു 50 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ നിർത്തുക. ചെടി വാങ്ങേണ്ടവർക്ക് തൊട്ടപ്പുറത്ത് ചെടിയും വാങ്ങാം, ഇവിടുന്ന് ചായയും ഫുഡൊക്കെ അടിച്ച് അങ്ങനെയും പോവാം. നിങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നതെങ്കിൽ ആദ്യം ഈ ഒരു പൊസിഷനെത്തും. ഇത് കഴിഞ്ഞിട്ടാണ് ഭാരത് പെട്രോൾ പമ്പ് വരുന്നത്. ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പോവാം. കംപ്ലീറ്റ്ലി വെജിറ്റേറിയനാണ്. പിന്നെ നിങ്ങൾ ഇന്നേ വരെ ടേസ്റ്റ് ചെയ്യാത്ത ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഇത് മൈസൂർ സ്നാക്കാണേ, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. നമ്മൾ കഴിക്കാത്തതുകൊണ്ട് പേരുകൾ അങ്ങനെ അറിയില്ല. സോ ഗൈസ്, നമ്മൾ ഇനി ഇവിടുന്ന് വീട്ടിലോട്ട് പോവാണ്. സോ ഹാപ്പി. ഇത് കഴിച്ച് തീർക്കട്ടെ.